ഒരു പെട്ടിക്കട വീടിന്റെ മുറ്റത്ത് പെട്ടിക്കടയുണ്ട്. ഇതിനകത്ത് പഴയ 90s എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു. പല വെറൈറ്റിയിലുള്ള മുട്ടായികൾ, പണ്ട് കാലത്തെ ജീരക മുട്ടായി, കുറേയധികം വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഒരു ചായക്കടയുടെ മോഡൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പലതരം പലഹാരങ്ങൾ കാണാം. പഴയ വെട്ട് കേക്ക്, പപ്പട വട. ടീച്ചർ ഒരു ചായ തരുമോ? ചായക്കൊക്കെ ഭയങ്കര വില കുറവാണ്. 30 പൈസേ ഉള്ളൂ കേട്ടോ. 30 പൈസക്ക് ചായ, 35 പൈസക്ക് കാപ്പി. ഇത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള തറവാടാണ്. ഈ വീടിൻ്റെ ചുറ്റും ഒരു ഏകദേശം ഒരു 50 സെൻറ്റ് മിറ്റോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഞാൻ ഈ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പഴയ സാധനങ്ങൾ, അത് 0 ബഡ്ജറ്റിൽ. എപ്പോൾ വന്നാലും മഴ ആസ്വദിക്കേണ്ടവർക്ക് ഈ ഏരിയയിൽ ഫുള്ള് മഴയല്ലേ. പുതിയ എന്തെങ്കിലും സാധനം മേടിച്ച് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുതിയ ഇതാണ് നമ്മുടെ ഗുണാക്കേവ് അല്ല, ഒരു ഗുണാക്കേവ് പോലെ. ഇത് പഴയ ടെലിഫോൺ ബൂത്ത്. ബാത്റൂമിന്റെ ഡോറാണ്. ചേച്ചിയുടെ വീട്ടിലെ ബാത്റൂം ഡോർ വെച്ച് ചെയ്തങ്ങനെയാണ്. ഫേസ് ടു ഫേസ് നോക്കി ഇരിക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ രണ്ടുപേർക്കും ഓടി രക്ഷമുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് ഓടാൻ എനിക്ക് ഇങ്ങോട്ട് പോകണം. ഇത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാണ്. ചെമ്പ് കൊണ്ടുള്ള വാഷിംഗ് മെഷീൻ. നമ്മുടെ മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളിയിൽ ഒരു വീടുണ്ട്. അത് വീട് മാത്രമല്ല, വീടിൻ്റെ പരിസരവും ഒക്കെ വളരെ സ്പെഷ്യാലിറ്റീസ് ഉള്ള, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയുള്ളൊരു വീടാണ്. 50 സെൻറ്റിൽ ഒരു ഒന്നാന്തരം ഗാർഡൻ. പിന്നെ വീട്ടിലാണെങ്കിൽ ഈ വീടിൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല വസ്തുക്കളൊക്കെ മുകളിലൊരു മ്യൂസിയം പോലെ സെറ്റ് വെച്ചിരിക്കുന്നു. വീടിൻ്റെ പല ഭാഗത്തായിട്ടും കുറേ പുരാവസ്തുക്കൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു വീടാണ്. ഒപ്പം ഇതിൻ്റെ പരിസരവും മുറ്റവും എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഒരു വീടാണ് പച്ചയിൽ വീട്. കൊണ്ട് മേലെ എഴുതി വെച്ചിട്ടുണ്ട് പച്ചയിൽ. സജിച്ചേട്ടനും ലിസ ടീച്ചറും ചേർന്ന് ഒരുക്കിയിട്ടുള്ള വീട്ടുമുറ്റത്തെ ഒരു ഗാർഡൻ. ഈ ഗാർഡൻ എന്നൊരു വെറൈറ്റിയാണ്. സ്വാഗതം ടീച്ചറെ, നമസ്കാരം. അതെ, കമോണ പരിപാടി. എന്താണ് ഈ പച്ചയിൽ വീടിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള തറവാടാണ്. ഈ വീടിൻ്റെ ചുറ്റും ഒരു ഏകദേശം ഒരു 50 സെൻറ്റ് മിറ്റോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഞാൻ ഈ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പഴയ സാധനങ്ങൾ, അത് 0 ബഡ്ജറ്റിൽ ആണ് പഴയ കിട്ടിയ സാധനങ്ങൾ. അത് ചേച്ചിയുടെ വീടിൻ്റെ റിനോവേഷൻ നടന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതൊക്കെ വെച്ച്, പിന്നെ എൻ്റെതായ കുറച്ച് നേരത്തെ ഉണ്ടാകുന്ന കളക്ഷൻസ് ആഡ് ചെയ്ത് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ പുകപ്പരയും തേങ്ങാപ്പരയൊക്കെയാണ്. ഇത് കുറ്റിയും കൊളുത്തും എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റലേഷൻ ആണ്. പഴയ വീടുകളുടെ അമ്പലത്തിന്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറ്റിയും കൊളുത്തും ഉണ്ട്. ചേച്ചിയുടെ വീട് റിനോവേറ്റ് ചെയ്തപ്പോ ഞങ്ങൾക്ക് അതിന്റെ മെയിൻ ഡോറ് കിട്ടി. അപ്പൊ അത് ഇവിടെ ഫിറ്റ് ചെയ്തു. വീട് പൊളിക്കാൻ നോക്കിയിരിക്കുന്നു. അവരുടെ ജനലും മെയിൻ ഡോറും ഒക്കെ എടുത്തു. ഓക്കെ, അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മൊത്തം അലങ്കരിച്ച് വാൾ നല്ല രസമാക്കി വെച്ചല്ലേ. നമ്മുടെ ക്ലോക്ക് ആണ് ഇത്. പല ടൈം പറയുന്നുണ്ട്. ലണ്ടൻ, ന്യൂയോർക്ക്, ദുബായ്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ എന്താ. നമ്മൾ ശരിക്കും പാർക്കിലേക്ക്, നമ്മുടെ ഗാർഡനിലേക്ക് പോകുന്നേ ഉള്ളൂ. മേഫ്ലവർ എന്നാണ് നമ്മുടെ ഗാർഡന്റെ പേര്. ഈ ബോർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം KLA 354 എന്ന് പറയുന്നത് നമ്മുടെ ചായക്കടയാണ്. പിന്നെ ക്യാമ്പ് ഫയർ, കൂത്തമ്പലം, അങ്ങനെ ഓരോ സ്പോട്ട് ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള. കയറി വരാം. മുടി പിന്നി മെടഞ്ഞിട്ടിരിക്കുന്നത് പോലെ ഒരു ചെടിയുടെ വേര്. ഇതെന്താണിത്? ഇത് പ്രിൻസസ് വൈൻ എന്ന് പറഞ്ഞ ചെടിയാണ്. അപ്പൊ ആ ചെടിയുടെ വേരുകളായത്. ഇതൊരെണ്ണം മെടഞ്ഞിട്ടേക്കുന്നതാണ്, ബാക്കിയെല്ലാം ഇത് കെട്ടിയിട്ടേക്കുന്നത്. ഓക്കെ. അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണോ? കുറച്ച് ഇനി വെട്ടിക്കളയണായിരിക്കും. ഇതിന് നമ്മൾ പേരിട്ടേക്കുന്ന കളിത്തട്ടെന്നാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഒക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, വെഡിങ് ആനിവേഴ്സറീസ്, ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും പേര് എഴുതി ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഇവിടെ എഴുതിയിടും. ഇവിടെയാണ് നമ്മള് ഗ്രില്ല് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഗ്രില്ല് ചെയ്യുന്നത്, ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന, ഫിഷ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. അരകല്ല്, വാട്ടുകല്ല്, അതൊക്കെ വെച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു സംഭവം നമ്മൾ പഴയതൊന്നും കളഞ്ഞിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഇതാണ് നമ്മുടെ മോക്ടെയിൽ. ഇവിടെയാണ് ബാർ കൗണ്ടർ. KB 4005. ഇതൊരു ചെറിയ പാലം മോഡലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സൈഡിൽ കുറെ അധികം ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂടാട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് ഫിഞ്ചസാ ഉള്ളത്. നമ്മുടെ ഏറുമാടം. ഇതിന് മുകളിൽ കയറാം. അതിൽ മുകളിൽ കയറാം. ഏറുമാടം. ഇതിന്റെ ബാമ്പു ഒക്കെ സജി തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിയേക്കുന്ന, ഗ്രില്ല് ചെയ്ത്, ഈ ഗ്രില്ല് മാത്രം വെൽഡ് ചെയ്തിട്ടേക്കുന്ന പെട്ടിക്കട വീടിന്റെ മുറ്റത്ത്. പെട്ടിക്കടയുണ്ട്. ഇതിനകത്ത് പഴയ 90s എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു. പല വെറൈറ്റിയിലുള്ള മുട്ടായികൾ, പണ്ട് കാലത്തെ ജീരക മുട്ടായി, കുറേയധികം വെറൈറ്റി ഉണ്ട്. ബിസ്ക്കറ്റുകള് 40 ടൈപ്പ് മുട്ടായികളുണ്ട്. പോപ്പിൻസ് ഉണ്ടോ? പോപ്പിൻസ് ഇല്ല. വെക്കണം കേട്ടോ നാളെ. ആദ്യത്തെ ബിസ്ക്കറ്റ് പാർലേജ്
ഫസ്റ്റത്തെ മിൽക്ക് ബിക്കീസ്, ബിസ്ക്കറ്റ് ഇന്ത്യയിലെ ഗോലി സോഡ, ഗോലി സോഡ, സർബത്ത്, അതുപോലത്തെ പഴയ സോപ്പുകള്, ബീഡി, കുട്ടിക്കുറ പൗഡർ, കോൾഗേറ്റിന്റെ ടൂത്ത് പൗഡർ, ഇതൊക്കെ ഇപ്പൊ കിട്ടാനുള്ള സാധനമാണോ? ഓൺലൈനിൽ കിട്ടുള്ളൂ. ഓൺലൈനിൽ കിട്ടത്തില്ല. നോർമൽ ഷോപ്പിലൊന്നും ഇത് കിട്ടില്ല. ടാൽക്കോ. ഇത് ടാൽക്കം പൗഡർ. പിന്നെ നമ്മുടെ പഴയ വാരികകൾ, മംഗളം, രാഷ്ട്രദീപിക, ബോബനുമോളി, ബാലരമ, ഈ നോസ്റ്റു, ചിത്ര, അതൊക്കെ ഓർമ്മയുണ്ടോ? ചിത്രമഞ്ജുഷ, ചിത്രകഥ, ഒരു മൺകുടം വെച്ചിട്ടുണ്ട്, സംഭാരവും നാരങ്ങ വെള്ളമൊക്കെ വെക്കാനൊക്കെ. ഇവിടെ 2 സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ചിത്രവും പിന്നെ ജാക്കി ചാന്റെ ഏതാണ്, പോലീസ് സ്റ്റോറി. അത് 2 തിയേറ്റർ തന്നെ റിലീസ് ചെയ്തതാണ്. ഇത് 2 തിയേറ്റർ നിലവിലില്ല. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൂടി സിനിമ സെറ്റ് പോലെ തന്നെ ഇവിടെ അങ്ങ് സ്ഥാപിച്ചു. പെട്ടിക്കട, മുറുക്കാനുള്ള അടയ്ക്ക, വെറ്റ, മുട്ട, അതവിടെ നാരങ്ങ. ഇതൊന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ കട്ടയിൽ. ഇത് നമ്മുടെ ഒരു ചായക്കടയുടെ മോഡൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് ചില്ല് പെട്ടിക്കകത്ത് പലതരം പലഹാരങ്ങൾ കാണാം. പഴയ വെട്ട് കേക്ക്, പപ്പട വട, ബോളി. എന്റെ ദൈവമേ, ടീച്ചർ ഒരു ചായ തരുമോ? ചായക്കൊക്കെ ഭയങ്കര വില കുറവാണ്. 30 പൈസയേ ഉള്ളൂ കേട്ടോ. 30 പൈസക്ക് ചായ, 35 പൈസക്ക് കാപ്പി, 25 പഴയ പൈസയൊക്കെ ഉണ്ട് ഇതിനകത്ത്, നാണയത്തുട്ടുകള്. പഴയകാല സിനിമയുടെ ഒക്കെ സെറ്റ് ഇടാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. പഴയ ചായക്കടയൊക്കെ, പഴയ സമോവറല്ലേ ഇത്, സമോവർ. പിന്നെ ഒരു ഉറിയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഉറിയുണ്ട്, പൊട്ടുകുറ്റി. പിന്നെ പഴയ റേഡിയോ, പിന്നെ തവി, പഴയ തവി, മൊന്ത, മച്ചല്ലേ ഇത്, അവന്റെ ചേര്, ഇടിയർച്ചയൊക്കെ ഉണക്കാൻ ഇടുന്ന, അവന്റെ പുളിയൊക്കെ ഉണക്കാൻ ഇടുന്ന ചേര്. ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, അടിമുടി ഡീറ്റെയിലിംഗ്, അത്രത്തോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയതല്ലേ, ജലചക്രം. പഴയ കാലത്ത് കടം പറഞ്ഞു പോവില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട്, പറ്റു പറയുന്നവര്, പറ്റു പറഞ്ഞു പോകുന്നവര്, പറ്റു പുസ്തകത്തിന്